നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ സാധാരണക്കാരന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന വാദമുയർത്തി ഭരണം ഇത്തവണ പിടിക്കാമെന്ന ശുഭാപ്തി വിശ്വാസം UDF-നുണ്ട്. സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ച് LDF-ന് പിന്തുണ നൽകിയ ആമിന ഹൈദരാലി SDPI പ്രവർത്തകയാണെന്നും SDPI CPM ബാന്ധവമാണ് ഇതിനു പിന്നിലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ പത്തനംതിട്ട നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലയളവിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഈ വികസന നേട്ടങ്ങൾ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് T. സക്കീർ ഹുസൈൻ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഹാപ്പിനെസ് പാർക്കും ടൗൺ സ്ക്വയറും സ്മാർട്ട് അംഗനവാടികളും അടക്കമുള്ളവ നേട്ടങ്ങളായി ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ഒരിക്കലും ഇനി സംഭവ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ധാരാളം പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡ് സ്പെഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിലൂടെ നടത്തിയിട്ടുള്ള നിതാന്തമായിട്ടുള്ള നിരന്തര ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാൻഡുകളിലൊന്നായി മാറിയത്. അവിടെ തന്നെ ഹാപ്പിനെസ് പാർക്ക് ഉണ്ടായി, ടേക്ക് എ ബ്രേക്ക് ഉണ്ടായി, ഏറ്റവും ഒടുവിൽ കുടുംബശ്രീയുടെ പ്രീമിയം കഫേ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന ധാരാളം പ്രവർത്തനങ്ങൾ പത്തനംതിട്ട നഗരത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അവതരിപ്പിക്കാൻ ധനകാര്യ കമ്മീഷൻ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ പങ്കെടുക്കാനായതും നേട്ടമായി നഗരസഭാ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ തന്നെ ഫിനാൻസ് കമ്മീഷൻ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കേരളത്തെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് പത്തനംതിട്ടയ്ക്ക് ഡൽഹിയിൽ പങ്കെടുക്കുന്നതിനും നിർദ്ദേശങ്ങൾ വെക്കുന്നതിനായിട്ടും ഉള്ള സാഹചര്യങ്ങളുണ്ടായി. വികസനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല എന്നുള്ള നിലയിലേക്കാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഏറെ മാതൃകാപരമായ നിലയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് നഗരസഭാ കൗൺസിലിന് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ് ഉള്ളത്. എന്നാൽ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ ജലദൗർലഭ്യമടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങളും നഗരസഭയിൽ നടന്നിട്ടില്ല എന്നും UDF ആരോപിക്കുന്നു. പത്തനംതിട്ട നഗരസഭാ ഭരണം യാതൊരുവിധമായ വികസനവുമില്ലാതെ പുരോഗതിയില്ലാതെ 5 വർഷം തികച്ചും പാഴാക്കി കളഞ്ഞു. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. നഗരസഭയിലെ ഒരു ബസ് സ്റ്റാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു ടൗൺ സ്ക്വയറോ നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ? കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്, റോഡുകളുടെ പ്രശ്നം രൂക്ഷമാണ്, തെരുവിളക്കുകൾ കത്തുന്നില്ല, അബാൻ മേൽപ്പാലം പണിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായി, അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഈ ഭരണസമിതിയുടെ ചേർന്ന സഹായത്തോടുകൂടി ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇതിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത നഗരങ്ങളിലൊന്ന് പത്തനംതിട്ടയാണെന്നും SDPI-യുമായി CPM-ന് അന്തർധാരയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ തികച്ചും വാസ്തവരഹിതമാണെന്നും സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയാണ് ഭരണസമിതിക്ക് ഉള്ളതെന്നും CPM പറയുന്നു. SDPI CPM ബന്ധമെന്ന കോൺഗ്രസ് ആരോപണം കൊണ്ടായിരുന്നു പത്തനംതിട്ട മുനിസിപ്പാലിറ്റി മുൻപ് വാർത്തകളിൽ നിറഞ്ഞത്. 3 സ്വതന്ത്രരുള്ളതിൽ ആമിന ഹൈദരലിക്ക് SDPI ബന്ധമുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമാഗമമാകുന്ന സാഹചര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേരിടുകയാണ് കോൺഗ്രസും CPM-ഉം. അമൃത ന്യൂസ്, പത്തനംതിട്ട.